അത്യാവശ്യം പറയാൻ പറ്റില്ല, നല്ല ആക്ഷനുള്ള 2 ലൂറുകളാണ് ഈ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള. ഹായ്, സൈക്കോ ആംഗ്ലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ എന്റെ പേര് നിസാം. സത്യം പറഞ്ഞാൽ നല്ല ബോറടി കേട്ടോ. ഏകദേശം 4-5 ദിവസമേ ആയിട്ടുള്ളൂ ഈ ഇരുത്തം തന്നെ വീട്ടില്. എന്തെങ്കിലും വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള കടയിൽ പോവുക, അതുപോലെ സാധനം മേടിച്ച് വീട്ടിലിടുക, പിന്നെ ഈ ഇരുത്തം തന്നെ വേണം. അങ്ങനെ ഇരുന്നപ്പോൾ ഇന്നലെ എന്തായിരുന്നു, കഴിഞ്ഞ ദിവസം ഞാൻ എന്തായിരുന്നു നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്തിയതും പരിചയപ്പെടുത്താതായിട്ടുള്ള ഒത്തിരി നിറവില്ല, എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കുറച്ച് ടാക്കിൾസ് ഉണ്ട്. അതെല്ലാം കൂടി എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ക്ലീൻ ചെയ്ത് വെച്ച സമയത്ത് ഞാനും വിചാരിച്ചു ഇതൊരു വീഡിയോ ആക്കിയിട്ട്, ഏതായാലും നമ്മൾ ഫിഷിങ്ങിനൊന്നും പോകുന്നില്ല ഈ സമയത്ത്, പോകാനും കഴിയില്ല. അപ്പൊ അങ്ങനത്തെ വീഡിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തു, അതെല്ലാം കൂടി എടുത്തിട്ട് ഒരു വീഡിയോ ആക്കി, അതായത് നമ്മുടെ കയ്യിലുള്ള ടാക്ടിക്സ് എല്ലാം നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ആക്കി ചെയ്താലോ എന്ന് തീരുമാനിച്ചു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഇത് കണ്ടോ, ഇത് രണ്ടെണ്ണമാണ് നമ്മൾ ആദ്യത്തെ ചൂണ്ടട്ട. അതായത് പുൽമോട് സൈഡിൽ നമ്മൾ മീൻ പിടിക്കാൻ പോയിരുന്ന സമയത്ത് ഏർച്ചൂണ്ടല്ലേ, ആ ഏർച്ചൂണ്ടാണിത്. അന്ന് എങ്ങനെയാണോ ഉപയോഗിച്ചത് അതുപോലെ തന്നെ ഇപ്പോഴും ഇരിക്കുന്നത്. നമ്മൾ അന്ന് മരപ്പീസിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇപ്പോൾ ഇരിക്കുന്നത്. നമ്മൾ ഒത്തിരി ഏരി ചെമ്പല്ലി കുട്ടിയൊക്കെ വലുതൊന്നും പിടിച്ചില്ല, ചെറിയ ചെമ്പല്ലി കുട്ടികളൊക്കെ ഇതിലൊക്കെ കിട്ടിയിട്ടുള്ളൂ. ഏരി അത്യാവശ്യം നല്ല പിടിച്ചുള്ള 2 ഏർച്ചൂണ്ടാണ് ഇത്. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കാറില്ല. കൊല്ലത്തിലൊക്കെ മാവേലി എന്നൊക്കെ നമ്മൾ ഇടക്കുന്നതിലൊക്കെ ആയിട്ട് നൈറ്റിൽ പോകുന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാറുള്ള ഒരു ഇതാണ്. പിന്നെ അത് നമ്മൾ എന്താ പറയാ, നമ്മുടെ തുടക്ക ഫിഷിങ്ങിലുള്ളതല്ലേ എന്ന് കരുതിയിട്ടാണ് ഇതുപോലെ തന്നെ നമ്മൾ വെച്ചിട്ട് മാറ്റിയിട്ടൊന്നുമില്ല. ആ ഏറുമ്പോൾ നമ്മൾ മാറ്റി കെട്ടിയിട്ടൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അത് അതേപോലെ തന്നെ വെച്ച്. പിന്നെ പറഞ്ഞാൽ ഇതാണ്ടോ, അത്യാവശ്യം നല്ല അമൂറിനൊക്കെ പിടിക്കാൻ കൊണ്ടുവന്ന ഒരു ഏർജുകൊണ്ടാണ്. അത്യാവശ്യം അമൂറിനെ പിടിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും എന്റേതല്ല, നമ്മുടെ ഒരു ഫ്രണ്ടിന്റെയാണ്. പുള്ളി നമ്മുടെ കയ്യിൽ വെച്ച് പോയതാണ്, പക്ഷെ നമ്മൾ ഇത് അത്യാവശ്യം യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ തുടക്കം തന്നെ കാണിച്ചത് വേറെ ഒന്നുമില്ല, കാരണം നമ്മുടെ ഈ റോഡറിയിലൊക്കെ വരുന്നതിന്റെ ഒത്തിരി മുന്നേ നമ്മൾ കൊണ്ടുപോയിട്ടുള്ള ചൂണ്ടും കാര്യങ്ങളൊക്കെയാണ് ഇത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഫസ്റ്റ് ഫിഷിങ്ങിലേക്ക് ഇറങ്ങുന്ന സമയത്ത്, അതായത് പുൽമോട്ട് സൈഡിൽ ഇറങ്ങുന്ന സമയത്തുള്ള ചൂണ്ടയാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ചൂണ്ട എന്ന് പറയുന്നത്. ഇനി എന്തായാലും നമുക്ക് അത് കഴിഞ്ഞിട്ട് നമ്മുടെ റോഡ് റീലും വെച്ചിട്ട് ഉപയോഗിക്കുന്ന ഷാഡും ലൂറും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ലൂർ ബോക്സ് വരുന്നത്. ഇതിനകത്ത് കുറച്ച് ലൂറുകളുണ്ട്, പിന്നെ അതുപോലെ തന്നെ താഴത്തും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ആദ്യം നമുക്ക് നമ്മുടെ ലൂർ ബോക്സ് ഒന്ന് തുറന്നു നോക്കാം. ഇതിനകത്ത് ഏതൊക്കെ ലൂറാണ്, എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലൂർ ബോക്സ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇത് 2 വശമുള്ള ലൂർ ബോക്സ് കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഈ ഒരു സൈഡ് ഓപ്പൺ ചെയ്തിട്ട് പിന്നെ അതിന്റെ താഴെ വശം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതെ, നമുക്ക് ഫസ്റ്റ് ഇവനെ തന്നെ എടുക്കാം. നമ്മുടെ ചാനലിലെ എന്താ പറയാ, കുറച്ചൊന്ന് നീക്കി വെക്കാം. ഈ ഒരു ലൂർ അറിയാം, മെഗാബാസ് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ഫസ്റ്റ് കോപ്പി എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു ചൈന ലൂറാണ്. മെഗാബാസ് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ കോപ്പിയാണ്. ഇതിമൊക്കെ എടുക്കുന്ന ഉക്കൊക്കെ മസ്റ്റാർഡിൻ്റെ തന്നെയാണ്, നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലൂറിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം, കാളാഞ്ചി. നമ്മുടെ ചാനലിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. മുന്നൊക്കെ ഒത്തിരി നമ്മൾ ഇതിനകത്ത് മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലൊക്കെ അതിൻ്റെ പാടൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾക്ക്, മീനിൻ്റെ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് റെസ്റ്റിലാണ്, നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഈയിടെയൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യാറുണ്ട് ബെനറ്റിട്ട്. മുന്നൊക്കെ തന്നെ നമ്മുടെ കയ്യിൽ ഒട്ടുമിക്ക ലൂറുകളും ചൈന ലൂറായിരിക്കും. അതിനൊരു കാരണമുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ ഈ ഫിഷിങ്ങിലേക്ക്, സ്പോട്ട് ഫിഷിങ്ങിലേക്ക് ഇറങ്ങുന്ന ആ ടൈമിൽ നമ്മൾ ആദ്യം നല്ല കമ്പനി ലൂറുകളാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ അറിയാത്ത സ്ഥലങ്ങളൊക്കെ പോയിട്ട് കാസ്റ്റ് ചെയ്ത് ഒത്തിരി നല്ല വിലപിടിപ്പുള്ള 1000-1500 രൂപ ഒക്കെ വരുന്ന ലൂറുകൾ കാസ്റ്റ് ചെയ്തിട്ട് കുറേ എണ്ണം നഷ്ടപ്പെട്ടു പോയി. പിന്നെ അതിനുശേഷം നമ്മൾ എടുത്തൊരു തീരുമാനമാണ്, എന്തായാലും നമുക്ക് അതൊക്കെ പറഞ്ഞാൽ അന്ന് കുടുങ്ങിപ്പോയെന്ന് വെച്ചാൽ അറിയാത്തതുകൊണ്ട് കുടുങ്ങിപ്പോയി. കുറേ വലയുള്ള ഏരിയകളിൽ വലമ കുടുങ്ങിപ്പോയി, അതുപോലെ കല്ലിൻ്റെ ഇടയിൽ കയറി ഉടക്കിപ്പോയി, അങ്ങനെയൊക്കെ ഒരുപാട് നമുക്ക് നഷ്ടപ്പെട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തിട്ടുള്ള ലൂറുകളെന്ന് പറഞ്ഞാൽ പിന്നെ ചൈന, അതായത് ഫസ്റ്റ് കോപ്പി നല്ല റിസൾട്ടുള്ള ഫസ്റ്റ് കോപ്പി ലൂറുകളാണ് ഇപ്പോൾ നമ്മളെ കൈവശം ഏറ്റവും കൂടുതലുള്ളത്. ഇത് വരുന്നത് മെഗാബാസിൻ്റെ ഒരു വിഷൻ 110 അങ്ങനെയൊക്കെ പറയുന്ന ഒരു മോഡലുണ്ട്. അതിൻ്റെ ഒരു കോപ്പി, ഒരു ഗോൾഡ് റെഡ് ആയിട്ട് വരുന്ന ഒരു കളറാണ്. ഇതിലിപ്പോൾ നമ്മൾ ഉക്കൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല റിസൾട്ടുള്ള ഒരു ലൂറാണ്. ഓക്കെ, അപ്പോൾ ഇവനെ നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തത് നോക്കാം. അടുത്തത് വരുന്നത് ഒരു ക്രാങ്ക് ബൈറ്റ് ആണ്. ക്രാങ്ക് ബൈറ്റ് ലൂറാണ്. നമ്മുടെ എന്താ പറയുക, റാപ്പല്ലൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു വരുന്നൊരു മോഡലാണ് ക്രാങ്ക് ബൈറ്റ്. ഇതിലൊന്നും അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ട്. ഇതൊരു ചൈന ലൂറാണ്. ഇതിനൊക്കെ സൗണ്ട് കണ്ടില്ലേ.
നല്ല റിസൾട്ടുള്ള ഒരു ലൂറാണ്. നല്ല ചെമ്പല്ലി. ഇതിലൊരു വേറൊരു മോഡൽ ഉണ്ടായിരുന്നു. നമ്മൾ മുന്നേ അതിൽ ഒരു മീൻ പിടിച്ചിട്ടുണ്ട് ചെമ്പല്ലി. നമ്മളൊരു പുതിയ സ്പോട്ടിൽ, അതായത് ചാലി എന്ന് പറഞ്ഞ സ്പോട്ടിൽ പോയിട്ട് നമ്മൾ മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചുതരാം. ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് റിസൾട്ട് ഉണ്ട്. ഇതിനും നമ്മൾ മസ്റ്റാർഡിൻ്റെ ഹുക്കാണ് കയറ്റിയിട്ടുള്ളത്. നിങ്ങളിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. ഒരു ഡീപ്പ് ഡ്രൈവറാണ് ആള്. അത്യാവശ്യം നല്ല ഡെപ്തിലൂടെ സഞ്ചരിച്ചിട്ടാണ് വരിക. അത്യാവശ്യം നല്ലതല്ല, ഒരു എന്താ പറയുക, 2 അടി താഴ്ച 3 അടി താഴ്ചയിലൊക്കെ മാക്സിമം നല്ല ഡെപ്തിലൊക്കെ പോയിട്ട് ആൾ ട്രാവൽ ചെയ്ത് നമ്മൾ റിട്രീവ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് ട്രാവൽ ചെയ്ത് വരുന്ന ഒരു ലൂറാണ്. ഇതിലും അത്യാവശ്യം നല്ല ചെമ്പല്ലി അമൂറൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്കിവിടെ മാറ്റി വെക്കാം. അടുത്തത് നോക്കാം. അടുത്തത് ഇത് വരുന്നത് സ്ട്രോം എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ഒരു ലൂറാണ്. നല്ല ഉക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഉക്കും കാര്യങ്ങളും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അതിൻ്റെ ഒരു ബോക്സ് പീസ് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഐറ്റം. ഒരു മിനിറ്റ്. ഇതാണ് അതിൻ്റെ ബോക്സ് വരുന്നത്. ഇതൊരു ബോക്സിലൊരു ഫുൾ ഗോൾഡ് എന്ന് പറയുന്നത് യെല്ലോ ആയിട്ട് വരുന്ന ഒരു ലൂറാണ്. ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ടെസ്റ്റ് അടിച്ചിട്ടുള്ളത്. ഇത് വരുന്നത് സ്ട്രോമിൻ്റെ സോറൺ എന്ന് പറഞ്ഞിട്ട് ഒരു മോഡലാണ്. അത്യാവശ്യം നല്ല എന്താണ് സോറൺ ഹെവി മിനോ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റും ഉണ്ട് സാധനത്തിന്. സ്ട്രോമിൻ്റെ ഈ 2 ലൂറുകളും നമ്മുടെ കൈവശമുണ്ട്. ഈ സ്ട്രോമിൻ്റെ 2 കമ്പനി, അതായത് ഒറിജിനൽ സാധനം തന്നെയാണ്. ഈ 2 കളറാണ് നമ്മുടെ കയ്യിലുള്ളത്. കണ്ടോ? അപ്പോൾ ഇതാണ് മാറ്റി വെക്കാം. ഇനി വരുന്നത് നമ്മുടെ ലൂർ ബോക്സിലുള്ള റാപ്പലോയുടെ എക്സ്റാപ്പിൻ്റെ കോപ്പി. ഇതും മസ്റ്റാർഡിൻ്റെ ഹുക്കൊക്കെ തന്നെയാണ് നമ്മൾ ഇതിലും ചേഞ്ച് ചെയ്ത് വരുത്തിയിട്ടുള്ളത്. ഇതിൽ ചൈന ഹുക്കായിരുന്നു, മാറ്റി. ഇതും നല്ല റിസൾട്ട് ഉണ്ട്. ചെമ്പല്ലിയൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ മുന്നേ പിടിച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഓക്കെ. പിന്നെ അതിനുശേഷം അതെ സീനൈറ്റ്. ചെമ്പല്ലിക്ക് കിടുവായിട്ടാട്ടോ. ഇത് ഒറിജിനൽ സാധനം തന്നെയാണ് സീനൈറ്റിൻ്റെ. ഇതിൻ്റെ ഹുക്ക് ചേഞ്ച് ചെയ്യണം. നമ്മൾ ഇതുവരെ ഹുക്ക് ചേഞ്ച് ചെയ്തിട്ടില്ല. നമുക്ക് ഏകദേശം ഒരു 1.5 kg വരെയുള്ള ചെമ്പല്ലിയൊക്കെ ഇതിന്മേൽ പിടിച്ചിട്ടുണ്ട്. അതിന് മുന്നേ ഈ ഒരു ഹുക്ക് ബാക്ക് സൈഡത്തെ ഹുക്ക് കുറച്ച് നിവർന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വെച്ചേക്കാം. പിന്നെ ഇത് അത്യാവശ്യം നല്ല ചെമ്പല്ലിക്കുള്ള റിസൾട്ടുള്ള ഒരു ലൂർ തന്നെയാണ്. അതുകൊണ്ടോ സ്ട്രൈക്കൊക്കെ കിട്ടിയിട്ടുള്ള അതിൻ്റെ അതാണ് ഈ കാണുന്നത്. ഈ ഭാഗങ്ങളൊക്കെ സീനൈറ്റ് എന്ന് പറഞ്ഞുള്ള കമ്പനിയാണ്. അവിടെ നോക്കിയാൽ കാണാം. ഇതിൽ ബാക്കിൽ പഞ്ച് ചെയ്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട് സീനൈറ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. പിന്നെ വരുന്നത് വുഡു എന്ന് പറഞ്ഞ കമ്പനീൻ്റെ സ്ട്രിംബാണ്. ഇത് കണ്ടോ, 2 പീസ് നമ്മുടെ കയ്യിലുണ്ട്. ഒന്നാണ് നമ്മുടെ ഇപ്പോൾ കയ്യിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് നമ്മൾ പെൻഡിങ്ങിൽ ഇട്ടൊക്കെയാണ്, ആവശ്യം വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. സ്ട്രിംബ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ സൈഡിൽ ഏതൊക്കെ വരുമെന്ന് നോക്കാം. ഇതിൽ കൂടുതലും നമുക്ക് ഈ ഭാഗത്ത് ചൈന കേട്ടോ, പക്ക ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാത്ത കുറച്ച് ലൂറുകളാണ്. അത് കണ്ടോ, ഇത് നമ്മളങ്ങനെ യൂസ് ചെയ്തിട്ടൊന്നുമില്ല. അതിൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണം. അതുകൊണ്ട് നമ്മളിങ്ങനെ വെച്ചിരിക്കുകയാണ്. ഈ ഒരു ലൂറും നമ്മൾ ഇതുവരെ യൂസ് ചെയ്യാത്ത ലൂറുകളാണ് ഈ ഭാഗത്തിരിക്കുന്നത്. യൂസ് ചെയ്യാത്തല്ല, അത്യാവശ്യം കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. എന്നാലും കൂടുതൽ യൂസ് ചെയ്യാത്ത ഐറ്റംസാണ് അവിടെ ഇരിക്കുന്നത്. ഇത് നമ്മൾ അത്ര അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഈ ലൂറും അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. കാരണം ഇത് വലിയൊരു റിസൾട്ട് കിട്ടാത്തതുകൊണ്ടല്ല, അതിൻ്റെ ഉക്കൊന്നും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല. അതാണ് മെയിൻ കാരണം. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഈ റെഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 1 kg അടുത്ത് വരുന്നൊരു സൈസിലുള്ള മീനെ നമ്മൾ ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട്. റെഡ് എല്ലാവർക്കും അറിയാം, അത്യാവശ്യം നല്ല റിസൾട്ടുള്ള ഒരു ലൂറാണ്. ഇതിൻ്റെ ഉക്ക് കുഴപ്പമില്ലായിരുന്നു. അന്ന് നമ്മൾ 1 kg അടുത്തുള്ള ഒരു മീനാണ് ഇതിനകത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ ചൈന ലൂർ തന്നെയാണ്. പിന്നെ അത് വാൾക്ക് ഫിഷ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ലൂറാണ്. നല്ല ക്വാളിറ്റി ഉക്ക് തന്നെയാണ്, ബ്ലാക്ക് കളർ തന്നെ കാർബൺ ഉക്ക് തന്നെയാണ്. അത്യാവശ്യം നല്ല ഡീപ്പ് ഡ്രൈവറാണ് ആള്. ഇതിലൊന്നും അത്യാവശ്യം നല്ല ചെമ്പല്ലി അടിക്കാറുണ്ട്. അമൂറിൻ്റെ ചെറിയ കുട്ടിനൊക്കെ കൂടുതലും കിട്ടിയിട്ടുള്ളത്, കൂടുതൽ ചെമ്പല്ലിയാണ് ഇതിൽ കിട്ടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ലൂർ ഉണ്ടോ, ഒരു ചെറിയൊരു ലൂറാണ്. ആളൊരു ഫ്ലൂറസൻ്റ് ആട്ടോ, നൈറ്റ് ഫിഷിങ്ങിനൊക്കെ പറ്റിയുള്ള ഒരു സാധനമാണ്. ഇത് നമ്മൾ ഒരു ടൈമിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അധികം അങ്ങനെ മീനൊന്നും സ്ട്രൈക്ക് ചെയ്തിട്ടില്ല. പക്ഷെ കൊള്ളാം, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോട്ട് മേടിച്ചിട്ടുള്ള ഒരു ലൂറാണ്. എന്തായാലും നമുക്ക് ഇവനൊക്കെ വെച്ചിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് എന്തായാലും മീൻ പിടിച്ചിട്ട് നമ്മൾ ചാനലിനകത്ത് നമ്മൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ റാപ്പല്ല ഒറിജിനലാണിത്. ആളെ ഉക്കും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഇപ്പോൾ 2 കളറും കൂടി ഉണ്ടായിരുന്നു. ഇതിൻ്റെ 2 നമ്മളെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഉക്കൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ യൂസ് ചെയ്യും. പിന്നെ ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് നമുക്ക് ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ സ്റ്റാർട്ടിങ് ടൈം, നമ്മുടെ റോഡ് റീൽ ഏകദേശം ഞാൻ പറഞ്ഞിട്ടുണ്ട് 2014 ആ സമയത്താണ് നമ്മുടെ റോഡ് റീൽ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. അന്ന് നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു ലൂറാണിത്. അപ്പോൾ ഇതും നമ്മളവിടെ മാറ്റി വെച്ചിരിക്കുന്നത്, അധികം യൂസ് ചെയ്യാം. പിന്നെ ഈ ഒരു ഐറ്റം ഇതേ, ഇവനൊരു 1.5 മുതലാട്ടോ.
അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ചെമ്പല്ലി അതുപോലത്തെ മീനിനെ, ചെമ്പല്ലി, അമൂറ് ഇതുപോലുള്ള മീനിനെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ പിടിച്ചിട്ടുണ്ട്. മുന്നേ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നത് നമ്മൾ ചെമ്പല്ലി, അമൂറൊക്കെ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ക്രാങ്ക് ബൈറ്റ് ആണ് ആള് ലൂറ് വരുന്നത്. ഇതാണ്ടോ ഇവിടുത്തെ എൻ്റെ ഉക്ക് മിസ്സായി പോയിട്ടുണ്ട്. വലയിൽ ഉടക്കിയിട്ട് ഒരു ടൈമിൽ നമ്മൾ അതായത് മീൻ അടിച്ചിരുന്നു. അടിച്ചയോട് നേരെ വലൻ്റെ സൈഡിൽ ഉടക്കി. ആ ഉടക്കിയ സമയത്ത് ഇതിൻ്റെ ഇവിടുത്തെ ഈ ഭാഗം തന്നെ മൊത്തത്തിൽ പൊട്ടിപ്പോവുകയും ചെയ്ത് നല്ല രീതിയിൽ തന്നെ നല്ല ഉടക്കിയിരുന്നു. നമുക്ക് ഈ ലൂറ് കിട്ടണമെന്നുള്ള ഒരു ഉദ്ദേശത്തിൻ്റെ പുറത്ത് നമ്മളതിൻ്റെ ഗാഫൊക്കെ ഇട്ടിട്ട് കൊളുത്തി വലിക്കുകയും ചെയ്ത് അങ്ങനെ ഇതിൻ്റെ ഉക്ക് മിസ്സായി. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ വെച്ചിരിക്കുകയാണ്. നമുക്കിതൊന്ന് എന്താ പറയുക മോഡിഫൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ അവിടെ ഒരു ഉക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആളൊന്ന് സെറ്റാക്കി എടുക്കണം ചെയ്തിട്ട്. അതാണ് ഈ ഒരു ഭാഗത്തുള്ള ലൂറുകൾ ഞാനങ്ങനെ മാറ്റി വെച്ചിട്ടുള്ളത്. കാരണം അങ്ങനെയുള്ള ലൂറുകളൊക്കെയാണ്. കാരണം എപ്പോഴും ഉപയോഗിക്കാത്ത ലൂറുകളൊക്കെ ഒരു ഭാഗത്ത് തന്നെയാണ് മാറ്റി വെച്ചിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്ന ലൂറാണ് നമ്മൾ ഫസ്റ്റ് കാണിച്ചു തന്നത്. ആ ബാക്കിൻ്റെ താഴത്തെ ഭാഗത്തുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ലൂർ ബോക്സിൽ വരുന്നത് ഇത്രയാണ്. ഇനി മാറ്റി വെച്ചിട്ടുള്ള ലൂറും കാര്യങ്ങളും ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ചൈനയുടെ കോപ്പറാണ്. 40 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. എന്താ പറയുക അത്യാവശ്യം നല്ല റിസൾട്ടുള്ള ഒരു കോപ്പറാണ്. ഇതിൻ്റെ ഉക്ക് നമ്മൾ മസ്റ്റാർഡിൻ്റെ ഉക്കാണ് കയറ്റിയിട്ടുള്ളത്. കണ്ടല്ലോ അത്യാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. റെസ്റ്റൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെ. പിന്നെ അതുപോലെ തന്നെ വാമീനൊക്കെ നമ്മൾ ട്രൈ ചെയ്യുന്ന സമയത്ത് കാസ്റ്റ് ചെയ്യുന്ന ഒരു കോപ്പറാണിത്. 40 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു കോപ്പറും കൂടിയുണ്ട്. ഹാൾക്കോ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ ഒരു 30 ഗ്രാമിൻ്റെ കോപ്പർ. ഇവന് നമ്മൾ അങ്ങനെ യൂസ് ചെയ്തിട്ടൊന്നുമില്ല. ഇതിപ്പോൾ ഈ ഇടയെടുത്ത് വാങ്ങിയിട്ടുള്ളൂ. നമ്മുടെ ചാലിയം പോയപ്പോൾ അവിടുന്ന് ആ ബേപ്പൂരുള്ള ഷോപ്പിൽ നിന്ന് നമ്മൾ നേവൽസിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു പോപ്പറാണിത്. ഹാൾക്കോ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ. അത് അധികമൊന്നും ആയിട്ടില്ല. നമ്മൾ മുന്നേ ഒത്തിരി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പോപ്പറായിരുന്നു. ഓക്കെ, അതിനുശേഷം നമ്മളൊരു 30 ഗ്രാമിൻ്റെ വെയിറ്റ് കുറച്ച് കാസ്റ്റ് ചെയ്യണമെന്ന് കരുതിയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു പോപ്പറാണിത്. പിന്നെ വരുന്നത് വെച്ചാൽ ഇതൊരു 1.5 ഐറ്റം കേട്ടോ. നല്ല കാളാഞ്ചി, വാമീൻ ഇതിനൊക്കെ നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ചെമ്പല്ലി, അമൂറ എല്ലാം കയറി അടിക്കുന്ന ക്യാമറ തട്ടിയതാണ്. ഈ മീനൊക്കെ നല്ല രീതിയിൽ തന്നെ കയറി അടിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് വന്ന് സ്ട്രൈക്ക് കൊടുക്കുന്ന ഒരു ലൂറാണ്. അതായത് ബോംബർ ലൂർസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി. ഒരു ഇന്റർനാഷണൽ ബ്രാൻഡാണ്. ഇതിൻ്റെ ഒരു 4 പീസ് നമ്മുടെ കൈവശമുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതിലിപ്പോൾ നമ്മൾ ഹുക്ക് കയറ്റിയിട്ട് മസ്റ്റാർഡിൻ്റെ തന്നെ ഹുക്ക് കയറ്റിയിട്ടുണ്ട്. ഞാൻ 4 പീസും കാണിച്ചു. കുറച്ചൊക്കെ ഒന്നാണ് മാറ്റി നോക്കും. ഇതിൻ്റെ ഒരു കളറ് റെഡ് ആയിട്ട് വരുന്നത്. പിന്നെ ഇതിൽ 2 പീസുണ്ട്. സെയിം യെല്ലോ കളർ 2 പീസുണ്ട്. ഒന്ന് നമ്മുടെ ഫ്രണ്ടിന് കൊടുത്തിട്ടുണ്ട്. സെയിം നമുക്ക് 2 ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് 2 കൊടുത്തിട്ടുണ്ട്. 2 ഒന്ന് നമ്മളെ ഫ്രണ്ടിന് കൊടുത്തു. പിന്നെ വരുന്ന അതിൻ്റെ ഒരു ബ്ലാക്ക് ഇതുണ്ട്. ഒക്കെ ഒരു ജോയിന്റ് ലൂർ ആട്ടോ. ഇതിന് ജോയിന്റ് ലൂർ എന്ന് പറയാം. അങ്ങനെ കട്ട് വരുന്നത് ജോയിന്റ് ലൂർ എന്നാണ് പറയാറ്. അപ്പോൾ ഇതിന് 4 പീസ് ഉണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ ഫ്രണ്ടിന് കൊടുത്തു. ഓക്കെ, ഇത് നമുക്ക് ഗീവ് അവേയിൽ കിട്ടിയതാട്ടോ. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വീഡിയോ മറ്റുള്ളവരൊക്കെ വീഡിയോ നമ്മൾ കാണാറുണ്ട്. നമ്മുടെ ഫിഷിംഗ് ഫ്രീസ് സെബീൻ മച്ചാൻ്റെ, അതുപോലെ മല്ലുവാംഗ്ലറുള്ള മിഥുൻ ബ്രോ അവരുടെയൊക്കെ വീഡിയോ ഒക്കെ നന്നായിട്ട് നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ ഒരു ഇംഗ്ലീഷ് ചാനലുണ്ട്. ഇംഗ്ലീഷ് അല്ല, ആള് തമിഴനാണ്, തമിഴ്നാട്ടുകാരനാണ്. ആളൊരു ചാനലുണ്ട്. അപ്പോൾ ആ ചാനലിനകത്ത് നിന്ന് നമുക്ക് ഗീവ് അവേയിൽ കിട്ടിയിട്ടുള്ള ലൂർസാണിത്. 4 പീസ് ഉണ്ടായിരുന്നു. അതിലൊന്ന് നമ്മുടെ ഫ്രണ്ടിന് കൊടുത്തു. സെയിം ഈ ഒരു മഞ്ഞ കളർ ഉണ്ടല്ലോ, യെല്ലോ, ഇതേപോലത്തെ ഒരു കളറും കൂടി ഉണ്ടായിരുന്നു. അത് നമ്മൾ ഫ്രണ്ടിന് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഇട കിട്ടിയിട്ടുള്ളൂ. ഏകദേശം ഒരു 5 മാസമോ 6 മാസമോ അത്രേ ആയിട്ടുള്ളൂ. പിന്നെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേക്കാം ഈ ഐറ്റം. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പുറത്തൊക്കെ എടുത്ത് നോക്കാം. എന്നിട്ട് ഞാൻ കാണിച്ചുതരാം അതിൻ്റെ വലുപ്പം. ഇത് അത്യാവശ്യം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞുതരാം. ഹണ്ട് ഹൗസ് എന്നുള്ള ഒരു കമ്പനിയാണ്. അത്യാവശ്യം നല്ല കമ്പനി തന്നെയാണ്. ഒരു ഇൻ്റർനാഷണൽ കമ്പനിയാണ്. നല്ല റിസൾട്ടുള്ള ഒരു ലൂറാണിത്. പെൻസിൽ ലൂർ ടൈപ്പാണ്. അതിൻ്റെ മോഡൽ വരുന്നത് LW402 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ്. 33 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അതുപോലെ എത്ര ആണെന്നുള്ളത് കറക്റ്റ് മാഞ്ഞു വരുന്നത്. ഇതുണ്ടോ, ഇതിലവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഹണ്ട് ഹൗസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കമ്പനി നെയിമൊക്കെ. നമ്മുടെ വാമീന്, കാളാഞ്ചി, പിന്നെ 2 സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റമാണിത്. ഒരു 1 അതായത് 1.5 അടി അത്ര ഡെപ്തിലൂടെ വരുള്ളൂ. നല്ല ആക്ഷനാണ് ഈ ഒരു സാധനത്തിന്. അതേപോലെ തന്നെയാണ് ഈ ഒരു ലൂർ, ബോംബർ ലൂർസ് എന്ന് പറഞ്ഞിട്ട്. ഇത് രണ്ടൊക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ലൂറുകളാണ്. അത്യാവശ്യം എന്ന് പറയാൻ പറ്റില്ല, നല്ല ആക്ഷനുള്ള 2 ലൂറുകളാണ്. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള 2 ലൂറുകൾ
ഇഷ്ടപ്പെട്ട്, അതായത് നമുക്ക് കിട്ടിയതിന് ശേഷം യൂസ് ചെയ്തപ്പോൾ അതിൻ്റെ ആക്ഷൻ കണ്ട് ഇഷ്ടപ്പെട്ടുള്ള 2 ലൂറാണ് കേട്ടോ. അത് ഉടക്കി പോയി, എന്തായാലും പോട്ടെ, മാറ്റി വെക്കാം. അപ്പോൾ ഈ ലൂറും അത്യാവശ്യം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. മുന്നേ നമുക്കൊരു കാളാഞ്ചി കുട്ടിയൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ട് ഈ ഒരു ലൂറിനകത്ത്, നമ്മുടെ വീഡിയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒത്തിരി മുന്നേ കേട്ടോ. അന്ന് നമ്മൾ കോപ്പറും കാര്യങ്ങളൊന്നും ഇല്ല, ചുമ്മാ നമ്മൾ മീൻ പിടിക്കാൻ പോകുന്ന പോലെ തന്നെ എല്ലാവരും പോകുന്ന പോലെ നമ്മൾ പോയിട്ട് പിടിക്കുന്നത്. അത്യാവശ്യം നല്ല യൂസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ബോഡിയിലൊക്കെ. അപ്പോൾ ഇത്രയും ലൂർസാണ് നമ്മുടെ കൈവശം ഉള്ളത്, കണ്ടല്ലോ. ഈ കാണുന്ന ലൂറൊക്കെയാണ് നമ്മുടെ കൈവശം ഇപ്പോൾ സ്റ്റോക്ക് ആയിട്ടുള്ളത്, കണ്ടല്ലോ. ഇത്രയും ലൂർസ് ഇപ്പോൾ നമ്മൾ കൈവശം വെച്ചിട്ടുണ്ട്. ലൂർ ഇത്രയാണുള്ളത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഫ്രോഗ് ലൂർ വേറെ ഇരിക്കുന്നുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഇപ്പോൾ ഇതൊക്കെ ഒന്ന് പാക്കാക്കി വെക്കട്ടെ, എന്നിട്ട് നമുക്ക് ഫ്രോഗ് ലൂർസ് ഏതൊക്കെ എന്നുള്ളതൊക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നില്ല, കാരണം വീഡിയോയുടെ ലെങ്ത് കൂടിയത് കൊണ്ട് നമ്മളിത് പാർട്ട് 1 പാർട്ട് 2 അങ്ങനെ ആക്കി ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും തൊട്ടടുത്ത ദിവസങ്ങൾ അതിന്റെ അടുത്ത വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ കാണാവുന്നതാണ്.